ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് ചീപ്പസ്റ്റ് ആയ ഒരു ഹോം മെയ്ഡ് ഡ്രോൺ ഉണ്ടാക്കുന്ന പാർട്സുകളാണ് പരിചയപ്പെടുത്തുന്നത്. നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ ഡ്രോൺ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ പരിചയപ്പെടാം. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഡ്രോൺ ഉണ്ടാക്കാനുള്ള. നമുക്ക് വയറും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്രെയിമാണ് വേണ്ടത്. അതിൻ്റെ ലാൻഡിങ് ഗിയറാണ്. അതേപോലെ തന്നെ അതിൻ്റെ മോട്ടർ കണക്ട് ചെയ്യാനുള്ള ഫ്രെയിമാണിത്. നാല് മോട്ടർ കണക്ട് ചെയ്യുന്ന 1, 2, 3, 4. ഇത് നമ്മൾ സെറ്റ് ചെയ്ത് ഇതിൻ്റെ ടോപ്പിലെ പ്ലേറ്റാണ് മുകളിൽ വരുന്നത്. ഇത് ബോട്ടാണ്. ഇതിലാണ് നമ്മൾ ESCൻ്റെ വയറൊക്കെ സോൾഡർ ചെയ്യാനുള്ളതാണ് ഇതൊക്കെ. നമുക്കിത് സ്ക്രൂ ചെയ്തിട്ട് സെറ്റ് ചെയ്തെടുക്കുക ചെയ്യാം. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ESC ആണിത്. 4 ESC വേണം. ഈ ESCയിലേക്ക് സിഗ്നൽ കൊടുത്തിട്ടാണ് നമ്മളിവിടെ ഈ ഒരു മോട്ടർ, അതായത് BLDC മോട്ടർ 1000 kV BLDC മോട്ടർ 4 ആവശ്യമുണ്ട്. മോട്ടർ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ മെയിനായിട്ട് വരുന്നതാണ് നമ്മുടെ ഡ്രോണിൻ്റെ തലച്ചോറ് വരുന്ന ഫ്ലൈറ്റ് കൺട്രോൾ. ഇതാണ് നമ്മുടെ ഈ 4 മോട്ടറിനെയും കൺട്രോൾ ചെയ്തിട്ട് ഈ ESCയിലേക്ക് സിഗ്നൽ കൊടുത്തിട്ടാണ് മോട്ടർ കറക്കുന്നത്. അതിൻ്റെ ഈ ഒരു സിഗ്നൽ കൊടുക്കാനുള്ളതാണ് ഈ വയർ. ഇതിന് ഇൻപുട്ട് ഈ ഒരു റിസീവറിന് ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഔട്ട്പുട്ട് വരുന്ന ഇതിലേക്കാണ് വരിക. അത് ESC വഴി കൺട്രോൾ ചെയ്ത് നമ്മളെ ഫ്ലൈറ്റ് അങ്ങോട്ട് ഫ്ലൈറ്റിനെ സ്റ്റഡി ആയി നിർത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് ഫ്ലൈറ്റ് കൺട്രോളാണത്. അതുപോലെ തന്നെ മോട്ടർ കറങ്ങുന്ന സമയത്ത് നമുക്ക് പ്രൊപ്പല്ലർ ആവശ്യമുണ്ട്. ഇത് 2 പ്രൊപ്പല്ലർ, ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറങ്ങുന്ന 2 എണ്ണമാണ്. അതുപോലെ തന്നെ ആൻറ്റി ക്ലോക്ക് വൈസിൽ കറങ്ങുന്ന 2 പ്രൊപ്പല്ലർ നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് മെയിനായിട്ട് ഈ ഒരു ഡിവൈസ് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസാണിത്. കൺട്രോളിങ് യൂണിറ്റാണിത്. F450ൻ്റെ ട്രാൻസ്മിറ്ററാണിത്. ട്രാൻസ്മിറ്ററാണ് ഇത്. അതുപോലെ തന്നെ ഇതിൻ്റെ റിസീവറാണ്. നമുക്കിപ്പോൾ ഫ്ലൈറ്റ് കൺട്രോൾ ചെയ്യുന്ന ഫ്ലൈറ്റ് നമ്മൾ ഇങ്ങോട്ട് ആദ്യം തന്നെ ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കൺട്രോളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങോട്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ആമാവുന്നതാണ്. ആമാവുന്നതിന് ശേഷം നമുക്ക് ഈ ഒരു ഫ്ലൈറ്റ് ത്രോട്ടിൽ കൊടുക്കുന്നതിനനുസരിച്ച് ഡ്രോൺ ഇത് പൊന്തുന്നത് കാണാം. അതേപോലെ തന്നെ ഇത് ഡ്രോണിനെ മൊത്തത്തിലൊന്ന് ഇങ്ങനെ തിരിക്കാനും, അതേപോലെ തന്നെ ഈ സ്വിച്ച് ഫ്രണ്ടിലോട്ട് പോകാനും, ഇത് ബാക്കോട്ട് പോകാനും, ഇത് ലെഫ്റ്റിലേക്കും ഇത് റൈറ്റിലേക്കും ഇതിലാണ് ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്ക് അതിലേക്ക് ചാർജ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ബാറ്ററി, ലൈപ്പോ ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത്. അത് 3S 11.1 വോൾട്ടിൻ്റെതാണ്. 4200 mAhൻ്റെ ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഡ്രോണിൻ്റെ ഫുള്ളുണ്ടാക്കുന്ന വീഡിയോ അടുത്ത് തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ കാണുന്നതിന്. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, ബൈ, സീ യു.